ഗ്രോ IPO നവംബർ 4 ഓപ്പൺ ആയിട്ട് നവംബർ 7 ക്ലോസ് ആവും. IPOക്ക് മുന്നേ ഈ പറയുന്ന ഫാക്ടേഴ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. NSEയിലെ ആക്റ്റീവ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയതും വേഗത്തിൽ വളരുന്നതുമായ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഗ്രോ. ഗ്രോൻ്റെ കസ്റ്റമർ ഗ്രോത്ത് റേറ്റ് അതായത് CAGR 61% ആണ്. അതായത് മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 12.7% വളരുമ്പോൾ ഏകദേശം 5 മടങ്ങ് വേഗത്തിലാണ് ഗ്രോ വളരുന്നത്. അതുപോലെ തന്നെ ട്രേഡിംഗ് ഓർഡറുകളുടെ എണ്ണം 3 ഇരട്ടിയാണ് വർദ്ധിച്ചത്. കൂടാതെ മ്യൂച്വൽ ഫണ്ടിൽ സജീവമായ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണവും ഈ കാലയളവിൽ 3 മടങ്ങ് വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. കമ്പനി 2022-23 മുതൽ പ്രോഫിറ്റബിൾ ആണ്. റവന്യൂയിൽ 3 മടങ്ങ് വളർച്ചയും കാണാൻ സാധിക്കും. അതുപോലെ ഗ്രോൻ്റെ പ്രവർത്തന ലാഭം EBITDA 7 മടങ്ങ് വർദ്ധിച്ചതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. EBITDA മാർജിൻ 59% ആണ്. 36% മാർജിനിൽ നിന്നാണ് 59% ആയിട്ട് ഇത് ഉയർന്നത്. ഗ്രോൻ്റെ പ്രധാന വെല്ലുവിളി നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ മൊത്തം വരുമാനത്തിൻ്റെ 80%-ലധികം വരുന്നത് ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിലൂടെയുള്ള കമ്മീഷനിലൂടെയാണ്. അതായത് ഗ്രോൻ്റെ വരുമാനം എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അതുപോലെ തന്നെ റെഗുലേറ്ററി റിസ്ക്. ഗ്രോ പ്രവർത്തിക്കുന്നത് SEBI RBI പോലുള്ള റെഗുലേറ്ററി ബോഡികളുടെ കീഴിലാണ്. അപ്പോൾ ഈ റെഗുലേറ്റർമാർ വരുത്തുന്ന നയങ്ങളിലെ മാറ്റങ്ങൾ ബിസിനസ് മോഡലിനെയോ ഇൻകം സ്ട്രക്ചറിനെ തന്നെ ബാധിക്കാം. ഡെറിവേറ്റീവ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട SEBI പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഗ്രോൻ്റെ ഫീസ് വരുമാനം കുറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരം മാറ്റങ്ങൾ ഭാവിയിലും വരുമാനം കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ടും മാത്രമല്ല MTF അതായത് മാർജിൻ ട്രേഡിംഗ്, കൺസ്യൂമർ ക്രെഡിറ്റ്, ലോൺ അഗെയിൻസ്റ്റ് സെക്യൂരിറ്റീസ് പോലുള്ള ഫീച്ചറുകളും ഗ്രോ കൊടുക്കുന്നുണ്ട്. ഗ്രോയുടെ IPO പറ്റി ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഗ്രോ എന്ന് കമൻറ്റ് ചെയ്താൽ മതി.